സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ റോയി ഇറക്കൽ, ഇവിടെ അഭിവാദ്യമർപ്പിച്ച വിമൺ ഇന്ത്യ മൂവ്മെൻ്റ് സംസ്ഥാന സെക്രട്ടറി വി കെ ഫൗസിയ, വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി റഫീഖ്, സംസ്ഥാന സെക്രട്ടറിമാരായ പി ആർ സിയാദ്, കൃഷ്ണൻ എരഞ്ഞിക്കൽ, ജോൺസൺ കണ്ടച്ചിറ, പി ജമീല, സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ, പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ അൻസാരി അനാത്ത്, അഷ്റഫ് പ്രാവച്ചമ്പലം, മുസ്തഫ പാലേരി, വി എം ഫൈസൽ, പി എം അഹമ്മദ്, മഞ്ജുഷ മാവിലാടം, എം ഫാറൂഖ്, എം എം താഹിർ, ജോർജ് മുണ്ടക്കയം, ടി നാസർ, വിമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗം ഹസീന സലാം, വിമ്മിൻ്റെ ജില്ലാ പ്രസിഡന്റ് നജുമ റഷീദ്, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ബാക്യാര, ജില്ലാ ജനറൽ സെക്രട്ടറി എച്ച് മുനീർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഇഖ്ബാൽ ഹസൻകുടി, ജില്ലാ സെക്രട്ടറിമാരായ ഖാദർ അറഫ, സവാദ് സി എ, അഹമ്മദ് ചൗക്കി, ജില്ലാ ട്രഷറർ ഹാഷിഫ് ടി എ, സദസ്സിലുള്ള പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ, സ്നേഹമുള്ള നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന സന്ദേശവുമായി ഇവിടെ നിന്നും പ്രയാണം തുടക്കം കുറിക്കുന്ന ഈ ജാഥയുടെ താല്പര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇവിടെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ, ഉദ്ഘാടകൻ ഉൾപ്പെടെ വിശദീകരിച്ചു. ഞാനൊരു ദീർഘമായ പ്രഭാഷണത്തിന് മുതിരുന്നില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമായി എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നതല്ല, മറിച്ച് ഈ രാജ്യത്തിൻ്റെ 130 കോടി ജനതയിൽ 115 കോടി ജനങ്ങളും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മതത്തിൻ്റെ പേരിൽ ഇരകളാക്കപ്പെടുന്ന ജനവിഭാഗമുണ്ട്. ഈ രാജ്യത്തിൻ്റെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിങ്ങളായാലും ക്രൈസ്തവരായാലും, അവരുടെ മതം നോക്കി അവർ വിവേചനത്തിന് ഇരകളാക്കപ്പെടുന്നുണ്ട്. ഈ രാജ്യത്തിൻ്റെ ജാതി വിഭാഗങ്ങൾ നിരന്തരമായി ഇരകളാക്കപ്പെടുന്നുണ്ട്. ഈ രാജ്യത്തിൻ്റെ കർഷക വിഭാഗം, നമുക്കറിയാം, ഭരണസിര കേന്ദ്രമായ ഡൽഹിയുടെ ഓരങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ വരുമാനത്തിൽ സിംഹഭാഗവും നിർവഹിക്കുന്ന, നാം തിരിച്ചറിയേണ്ടത്, ആഭ്യന്തര ഉൽപ്പാദന വിതരണത്തിൻ്റെ GDPയുടെ 17% ഈ രാജ്യത്തിന് നേടിത്തരുന്ന 30 കോടി വരുന്ന കർഷകരുടെ പ്രതിനിധികൾ ഡൽഹിയിൽ ഭരണകൂടത്തിൻ്റെ ഭീകരമായ സമീപനത്തിൻ്റെ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ നടത്തിയ ഒരു സമരത്തിൽ ഏകദേശം 750ഓളം കർഷകർക്കാണ് ജീവൻ കൊടുക്കേണ്ടി വന്നത്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ നയപരിപാടികളാലും അവരുടെ പ്രത്യയശാസ്ത്രത്താലും ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമുണ്ടാകണം. ഞങ്ങൾ ഒന്നാമതായി ഉന്നയിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കണമെന്നതാണ്. ഭരണഘടന സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യയാണ് ഭരണഘടന, ഭരണഘടനയാണ് ഇന്ത്യ. നരേന്ദ്രമോദി അഥവാ സംഘ് പരിവാർ ഒരു പുതിയ പ്രയോഗം രാജ്യത്ത് അവതരിപ്പിക്കുന്നുണ്ട്, മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ്. നമുക്കറിയാം, സംഘ് പരിവാറിലൂടെ വളർന്നു വന്ന് കലാപത്തിലൂടെ അവരുടെ നേതാവായി നിശ്ചയിക്കപ്പെട്ട മോഡിയുടെ ഗ്യാരണ്ടിയല്ല ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടത്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ സൃഷ്ടിച്ച ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്. ആ ഭരണഘടനാ മൂല്യങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെടുകയാണ്.
ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായ പ്രശ്നമുണ്ട്. അതിനപ്പുറത്ത് രാജ്യത്തിൻ്റെ പൊതുപ്രശ്നമായി സാമ്പത്തികമായ പ്രശ്നമുണ്ട്, സാമൂഹ്യമായ പ്രശ്നമുണ്ട്. നിങ്ങളത് ആലോചിച്ച് നോക്കണം. ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാർ ഇവിടെ പലതും പറയുന്നത്. നമുക്കറിയാം, ബാബരി മസ്ജിദിൻ്റെ പ്രശ്നം അത്തരത്തിലാണ് അവർ കണ്ടത്. ഇപ്പോൾ ഇതാ NRC വിഷയം അത്തരത്തിലാണ് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏക സിവിൽ കോഡിനെയും അങ്ങനെയാണ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുത്വത്തെയും അതിൻ്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തെയും തകർത്ത് പരസ്പരം സംഘർഷത്തിലേർപ്പെടുന്ന ഒരു സാമൂഹ്യ സ്ഥിതിവിശേഷമാണ് അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഏകദേശം 25 കോടി വരുന്ന ഇന്ത്യയുടെ മുസ്ലിം മതന്യൂനപക്ഷമുണ്ട്. അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ ക്രൈസ്തവ മതന്യൂനപക്ഷമുണ്ട്. 25 കോടി വരുന്ന ഈ രാജ്യത്തിൻ്റെ പട്ടികജാതി വിഭാഗം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ പിന്നാക്ക ജനവിഭാഗമുണ്ട്. ഓരോ സാമൂഹ്യ വിഭാഗങ്ങളോടും അധികാരത്തിൻ്റെ ആ ഹുങ്കുകൊണ്ട്, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ സായുധ സംവിധാനം കൊണ്ട് കലാപത്തിൻ്റെ ഭാഷയിൽ മാത്രം, അക്രമത്തിൻ്റെ ഭാഷയിൽ മാത്രം, അനീതിയുടെ ഭാഷയിൽ മാത്രം, കയ്യേറ്റത്തിൻ്റെ ഭാഷയിൽ മാത്രം സംസാരിക്കാൻ തുടങ്ങി. രാജ്യം ഭരിക്കുന്ന, പാർലമെൻറ്റ് നിയന്ത്രിക്കുന്ന ഭരണകൂടം ആ ഭരണഘടന മാറ്റിവെച്ചിട്ട് മനുസ്മൃതിയുടെ കാടട്ടം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ, ഞാൻ മനുസ്മൃതിയുടെ കാടട്ടം എന്ന് പറഞ്ഞത് നമ്മുടെ പൂർവികർ ഇവിടെ തൊട്ടുകൂടാത്തവരായി കഴിഞ്ഞത് ആ ഒരു നിയമത്തിൻ്റെ പേരിലായിരുന്നു. വഴി നടക്കാൻ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷത്തിന് അവസരം നിഷേധിച്ചത് മനുസ്മൃതിയൻ ചിന്താധാരയായിരുന്നു. തൊഴിൽ നിഷേധിച്ചത്, വേതനം നിഷേധിച്ചത്, മാനുഷികമായ സർവ്വമൂല്യങ്ങളും നിഷേധിച്ചത് ആ മനുസ്മൃതിയായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ രൂപം കൊണ്ട ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടന, ഭീംറാവ് ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യയുടെ ഭരണഘടന മനുഷ്യാവകാശങ്ങളെ പരിഗണിച്ചു. എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് പഠിപ്പിച്ചു. ആ ഭരണഘടനയാണ് മാറ്റിവെക്കുന്നത്. ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, ഇത് ക്രൈസ്തവരുടെ പ്രശ്നമല്ല, ഇത് ദളിതുകളുടെ മാത്രം പ്രശ്നമല്ല, ഇത് പിന്നാക്കക്കാരുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്. പശുവിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ പരസ്പരം കൊല്ലുമ്പോൾ നിങ്ങൾ ഒരു വട്ടം ആലോചിച്ചിട്ടുണ്ടോ? പശുവിനെ ആരാധിക്കുന്ന എത്ര ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ട്? പശുവിനെ ദൈവമായി കാണുന്ന എത്ര ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ട്? ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന, അധ്വാനിക്കുന്ന അടിസ്ഥാന ജനവിഭാഗം മാംസം ആഹരിക്കുന്നവരാണെങ്കിൽ ബ്രാഹ്മണൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് അടിസ്ഥാന ജനതയെ തമ്മിലടിപ്പിക്കാൻ 1000 കയ്യിൽ കൊടുത്ത് കലാപം സൃഷ്ടിക്കുന്ന ആ ഒരു നിലപാടിൻ്റെ ന്യായം എന്താണ്? ഇത് രാജ്യത്തെ എവിടെ എത്തിക്കുമെന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, ഇത് ഒരു പാർട്ടിയുടെ മാത്രം ഒരു കാഴ്ചപ്പാടല്ല. നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യണം. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഈ രാജ്യത്തെ അടിമവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ കർഷകരുടെ പ്രശ്നം പറഞ്ഞു. ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും എഴുതി കൊടുക്കുകയാണ്. നമുക്കറിയാം, എല്ലാവരും പ്രാരാബ്ധങ്ങളാണ് പറയുക. സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിൽ, ശ്രീരാമന് രാഷ്ട്രീയായുധമാക്കിയ ഇന്ത്യയിൽ ഈ രാജ്യത്തിൻ്റെ തീയ സമുദായത്തിന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടായിട്ടുണ്ടോ? ഈ രാജ്യത്തെ ധീവര സമുദായത്തിന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടായിട്ടുണ്ടോ? ഈ രാജ്യത്തിൻ്റെ യാദവർക്ക് പ്രത്യേകിച്ച് നേട്ടമുണ്ടായിട്ടുണ്ടോ? പട്ടികവർഗത്തിന് എന്തെങ്കിലും പ്രത്യേക നേട്ടമുണ്ടായിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും വില കുറഞ്ഞു കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും തൊഴിൽ മേഖല പ്രത്യേകമായി ലഭ്യമായിട്ടുണ്ടോ? വ്യക്തിഗത വരുമാനം അല്ലെങ്കിൽ വ്യക്തിഗത വളർച്ച എന്തെങ്കിലും അവർക്ക് ലഭ്യമായിട്ടുണ്ടോ? ഭൂമി കിട്ടിയിട്ടുണ്ടോ? നമ്മളത് ആലോചിക്കണം. ഇതൊന്നും നൽകാതെ അതിവൈകാരികതയുടെ, ഫാഷത്തിന്റെ ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ സംഘപരിവാർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 14,500 കോടി രൂപയുടെ ഈ നികുതിയാണ് വൻകിട മുതലാളിമാർക്ക് വേണ്ടി മാത്രം എഴുതി തള്ളിയിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്കണം. കർഷകർ സമരം ചെയ്യുന്നത് 750 പേർക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നത് ചെറിയ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അത് പരിഗണിക്കാത്തൊരു ഗവൺമെൻറ്, അടിസ്ഥാന സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ കേൾക്കാത്ത ഗവൺമെൻറ്. ഞാൻ അതാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് നാം അതിൽ പെട്ടുപോകുമ്പോൾ ഞാൻ കേരളത്തിൻ്റെ ബഹുസ്വരതയോടാണ് പറയുന്നത്, മാനവികതയോടാണ് പറയുന്നത്. ഞങ്ങൾ നിർഭയത്വത്തോടു കൂടി തന്നെ
തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞു, പുറത്തും പറഞ്ഞു, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വൈകാരികമായി കാര്യങ്ങൾ കാണുന്നുവെന്ന്. ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ എന്ന നിലയിൽ മാത്രമല്ല, അഭിമാനബോധത്തോടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരന്മാരെന്ന നിലയിൽ നിങ്ങളൊന്ന് സ്വസ്ഥമായി ആലോചിക്കണം. RSSന് വേണ്ടി കൊടിപിടിക്കുന്നവരോടുൾപ്പെടെ, സംഘപരിവാറിന് സിന്ദാബാദ് വിളിക്കുന്നവരുൾപ്പെടെ ഞാൻ ചോദിക്കുകയാണ്, ഈ രാജ്യത്ത് ഇത്തരം ഒരു സ്ഥിതിവിശേഷവും മുന്നോട്ട് പോയാൽ ഞാൻ ചവിട്ടിയാൽ കടിക്കാത്ത പമ്പില്ല. 25 കോടി മുസ്ലിങ്ങളും 25 കോടി ദളിതുകളും തെരുവിൽ നിരന്തരമായി ആക്രമിക്കപ്പെടുമ്പോൾ, മണിപ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ വംശഹത്യ സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ രാജ്യത്തെ ആളുകൾക്കെതിരെ ED ഉപയോഗപ്പെടുത്തി അതിക്രമം കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സംഘപരിവാറിന് താല്പര്യമില്ലാത്തവരെ മാത്രം അന്വേഷിക്കാൻ EDയും CBIയും അത് പ്രത്യേകമായി ചില നൈപുണ്യം കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ വിവേചനം തിരിച്ചറിഞ്ഞുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ, ഭരണഘടനയുടെ പക്ഷത്ത് നിൽക്കാൻ, മാനവികതയുടെ പക്ഷത്ത് നിൽക്കാൻ മനസ്സ് കാണിക്കാൻ ഇനിയെങ്കിലും നാം വൈകിയാൽ, അഥവാ ഈ കാടത്തൊട്ട് ആർജവത്തോടെ ചോദ്യം ചെയ്യാൻ നമ്മുടെ വലത് കൈയിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് വിഭാവന ചെയ്യുന്ന മൗലികമായ മുഴുവൻ അവകാശങ്ങളും ആരുടെയും ഔദാര്യമല്ല, അത് നമ്മുടെ അവകാശമാണ്. അത് കവർന്നെടുക്കാൻ ഹിഡൻ അജണ്ടയുമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സംഘപരിവാറിനെ തിരിച്ചറിഞ്ഞ് രാജ്യത്തെ വീണ്ടെടുക്കൽ നമുക്ക് ആവശ്യമാണ്. സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭേദമാണിയെന്ന അഭിപ്രായം നമുക്കില്ല. നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം അറിയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനം അതിൻ്റെ ആളുകൾക്ക് മതനിരപേക്ഷതയുടെയും മാനവികതയുടെയും അനിവാര്യമായ താല്പര്യം പഠിപ്പിച്ചില്ല എന്നതുകൊണ്ടാണ് 80 വയസ്സ് പിന്നിടുമ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് സംഘപരിവാറിന് സിന്ദാബാദ് വിളിക്കാൻ പറ്റുന്നത്. അതാണ് ഇവിടുത്തെ സോഷ്യലിസ്റ്റുകൾക്ക് പറ്റിയത്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടന, രാജ്യത്തിൻ്റെ മതഗ്രന്ഥം, അതാണ് രാജ്യത്തിൻ്റെ ഭരണഘടന. ശ്രീകോവിലം പാർലമെന്റിനെ കുറിച്ച് അഥവാ നിയമനിർമ്മാണ സഭകളെ കുറിച്ച് പറയുന്നത് അത് ഭരണഘടനയ്ക്ക് വിധേയമായി നിയമം നിർമ്മിക്കുന്നുവെന്നത് കൊണ്ടാണെങ്കിൽ അതെ, ഭരണഘടനയ്ക്ക് അത്ര പവിത്രതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു ഭരണഘടന രൂപം കൊള്ളുമ്പോൾ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നിലപാട് സ്വീകരിച്ചവരാണ് സംഘപരിവാർ എന്ന് തിരിച്ചറിയണം. ഇവിടെ അർഹമായ ഭൂമി ഈ രാജ്യത്തിൻ്റെ കർഷകർക്ക് കൊടുക്കാൻ ഏതെങ്കിലും മതവിഭാഗം എതിര് നിന്നിട്ടാണോ? ഈ രാജ്യത്തിൻ്റെ പട്ടികജാതി ജനവിഭാഗം തെരുവിൽ കൊല്ലപ്പെടുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടിയാണോ? ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നമുണ്ട്. ജാതി സെൻസസ് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റും കേരളം ഭരിക്കുന്ന ഗവൺമെന്റും എന്തിനാണ് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ജാതി സെൻസസിനെതിരെ? അത് ചോദിക്കേണ്ടത് അഭിമാനബോധമുള്ള കേരളത്തിൻ്റെ പൗരസമൂഹമാണ്. നമുക്ക് പ്രാതിനിധ്യം കിട്ടണം, അതാരുടെയും അവകാശമല്ല എന്ന് പറഞ്ഞാൽ ഉദ്യോഗം മുഴുവനും ഈ ബ്രാഹ്മണ്യം കൈയടക്കി വെച്ചിരിക്കുന്നു. ഭൂമി മുഴുവനും ഈ ന്യൂനപക്ഷം വരുന്ന ബ്രാഹ്മണ്യം കൈയടക്കി വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വരുമാന മാർഗങ്ങൾ മുഴുവനും ഇവർ കൈയടക്കി വെച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ സീപോർട്ടുകളും എയർപോർട്ടുകളും ഉൾപ്പെടെ അവർ വീണ്ടും വീണ്ടും കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ 130 കോടി ജനതയുടെ അല്ലെങ്കിൽ അതിൽ അധസ്ഥിത പിന്നാക്ക ന്യൂനപക്ഷമായ 115 കോടി ജനതയുടെ അധ്വാനം കൊണ്ട് അതിൻ്റെ സർവ്വതും 10% താഴെയുള്ള ഒരു വിഭാഗം കൈയടക്കി വെച്ചിരിക്കുന്നു. അവരിൽ നിന്നും വിരലിലെണ്ണാവുന്ന സമ്പന്നര് ഇന്ത്യ രാജ്യത്തിൻ്റെ സർവ്വതും കൈയടക്കി വെച്ചിരിക്കുന്നു. അടുത്ത തലമുറയ്ക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ ഇതെല്ലാം തടസ്സമായി നിൽക്കുമ്പോൾ എന്തെങ്കിലും ചില വിരോധത്തിൻ്റെ പേരിൽ നിശബ്ദത പാലിക്കാൻ നമുക്ക് ന്യായമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി പിടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഉൾപ്പെടെ കലാപത്തിൻ്റെ ഇന്ത്യയല്ല വേണ്ടത്, നീതി നിഷേധത്തിൻ്റെ ഇന്ത്യയല്ല വേണ്ടത്. രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളെ കുഴിച്ചു മൂടുന്ന നിയമങ്ങളുടെ, ഭീകര നിയമങ്ങളുടെ, അത്തരം കവർച്ച ചെയ്യുന്ന നിയമങ്ങളുടെ ഇന്ത്യയല്ല നമുക്ക് വേണ്ടത്. അതോടൊപ്പം ഭരണഘടന പറയുന്ന സർവ്വമൂല്യങ്ങളെയും കുഴിച്ചു മൂടുന്ന ഭീകര ഭരണകൂടമല്ല വേണ്ടത്, മനുഷ്യത്വമുള്ളവരാണ് വേണ്ടത്. ജനങ്ങളെ കൊന്നൊടുക്കുന്നതിൽ ആവേശം കണ്ട് അധികാരം കൈയാളുന്നവരല്ല വേണ്ടത്. മാനവികതയുടെ ഒരു രാഷ്ട്രഭാവി സൃഷ്ടിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ജാതി മത ചിന്തകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ഓരോരുത്തരും തെരുവിലിറങ്ങി കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ചോദിച്ചതുപോലെ നിരന്തരമായി ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 25 കോടി വരുന്ന ന്യൂനപക്ഷത്തിൽ ഒരു 10%
തെരുവിലിറങ്ങിയാൽ രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷം ഉണ്ടാകും. കൊല്ലപ്പെടുന്ന ദളിത് വിഭാഗത്തിൻ്റെ 25% തെരുവിലിറങ്ങിപ്പോയാൽ രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇതിനെയെല്ലാം നിങ്ങളുടെ ജാതിയല്ല ഞങ്ങൾ നോക്കുന്നത്, മതമല്ല നോക്കുന്നത്, വർഗവും വർണ്ണവുമല്ല നോക്കുന്നത്. ഇന്ത്യയുടെ പൗരനാണ്, അഭിമാനമുള്ള പൗരനാണ്. നിങ്ങളുടെ അവകാശം ഭരണഘടനാ വിധേയമാണ്. അത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു ഭരണകൂടം ഇവിടെയുണ്ട് എന്ന് തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ പരിശ്രമം കൊണ്ട് സാധ്യമായിട്ടില്ലെങ്കിൽ ഈ രാജ്യം ഇവിടെ നിൽക്കും എന്നാണ് നാം ആലോചിക്കേണ്ടത്. അതിന് അടിസ്ഥാനപരമായി മാനവിക രാഷ്ട്രീയ ബദലുണ്ടാകണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിർഭയത്വത്തോടെ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിൻ്റെ പേരിൽ, ഈ പോരാട്ടത്തിൻ്റെ പേരിൽ, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ സാമ്പ്രദായിക തീവ്രവാദികൾ അഥവാ ഇവിടത്തെ സംഘപരിവാർ ഭരണകൂടം ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണെന്നറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഭയപ്പെട്ടുകൊണ്ട് പിന്നോട്ട് പോയാൽ തലമുറയ്ക്കിവിടെ അടിമത്തമായിരിക്കും സമ്മാനിക്കുന്നത് കൊണ്ട് ഉയർത്തെഴുന്നേൽക്കണം. ഇന്ത്യക്ക് സിന്ദാബാദ് വിളിക്കാൻ, രാജ്യത്തിന് സിന്ദാബാദ് വിളിക്കാൻ, ഭരണഘടനയ്ക്ക് വേണ്ടി ഈ രാജ്യത്തെ ജനാധിപത്യപരമായി പോരാട്ടം നടത്താൻ. അതുകൊണ്ട് സമകാലികന്റെ അഭിമുഖീകരിക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കുമെതിരെ പൗരബോധമാണ് ഉണരേണ്ടത്. സ്നേഹത്തിന്റെ രാഷ്ട്രീയം ഇവിടെ പറയണം. സാമൂഹ്യ സ്ഥിതി സൗഹൃദത്തിൻ്റെതാകണം. ഒരാളുടെ ബാഹ്യമായ ചിഹ്നം കാണുമ്പോൾ അവൻ കൊല്ലപ്പെടേണ്ടവനാണ്, അവൻ ആക്രമിക്കപ്പെടേണ്ടതാണ്, അവൻ അപരവൽക്കരിക്കപ്പെടേണ്ടവനാണ്. അവൻ്റെ നിറം നോക്കി അവൻ്റെ ജാതി നിർണ്ണയിക്കേണ്ടവനാണ്, പേര് നോക്കി അവൻ്റെ ജാതി നിർണ്ണയിക്കേണ്ടവനാണ്, അവൻ തൊട്ടുകൂടാത്തവനാണ്, അകറ്റി നിർത്തപ്പെടേണ്ടവനാണ്. ഇത്തരം അധമത്വത്തിൻ്റെ മാനവിക വിരുദ്ധമായ ജനാധിപത്യത്തോട് ചേർന്ന് നിൽക്കാത്ത ചിന്തകളും താല്പര്യങ്ങളും ഉപേക്ഷിച്ച് അവനവൻ്റെ സംസ്കാരത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ മുഴുവൻ ജനങ്ങളെയും ഭരണഘടന ആമുഖം പറയുന്നത് പോലെ ഫ്രട്ടേണിറ്റി, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കാത്ത സംഘാടനവും സ്നേഹബന്ധവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരുമയോടെ മുന്നോട്ട് പോകാൻ സാധ്യമാകണം. ഈ ഒരാശയമാണ് രാജ്യവ്യാപകമായി ഈ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ പ്രയാണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ ജാതി സെൻസസ് നടപ്പിലാക്കണം. അതിനെന്താണ് ഭരണകൂടം ഭയക്കുന്നത്? നിങ്ങൾ വിവിധ രാഷ്ട്രീയക്കാരാണ്, സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമുണ്ട്. നിങ്ങൾ ചോദിക്കണം, ജാതി സെൻസസിന് എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? രാജ്യത്തെ മുസ്ലിങ്ങളുടെ അല്ലല്ലോ, ഈ രാജ്യത്തെ മുസ്ലിങ്ങളില്ലാത്തവരുടെ കാര്യം നോക്ക്. അതനുസരിച്ചെങ്കിലും എന്താ ജാതി സെൻസസ് നടപ്പിലാക്കാത്തത് എന്ന് നിങ്ങൾ ചോദിക്കണം. സവർണ രാഷ്ട്രീയ ബുദ്ധികോമരങ്ങൾ അതിനനുവദിക്കില്ല. കാരണം അവർ കൈയടക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ ഉദ്യോഗമാണ്, നമ്മുടെ വരുമാന മാർഗങ്ങളാണ്. അതുകൊണ്ട് ജാതി സെൻസസ് തലമുറയ്ക്ക് രാജ്യത്തിൻ്റെ നീതിക്കും വേണ്ടി നടപ്പിലാക്കിയേ പറ്റൂ. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണം. മിണ്ടിപ്പോയാൽ ഫാക്ഷത്തെ ചോദ്യം ചെയ്താൽ, RSSന്റെ കൊലകളെ ചോദ്യം ചെയ്താൽ, അരുണെന്ന് പറഞ്ഞാൽ അത് അപകടമാണ്, അവരെ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞ് കൽത്തുറുങ്കിലടക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഭീരുട്ടൊട്ടൻ നടപടിക്രമങ്ങളിലും ഭരണകൂടം പിന്മാറിക്കൊണ്ട് രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണമെന്ന ഈ ജനാധിപത്യത്തിൻ്റെ സന്ദേശം ഞങ്ങൾ ഈ ജാഥയിൽ കൈമാറുകയാണ്. സമാനമായി കർഷകരുടെ പ്രശ്നം ഈ ജാഥയിൽ ഞങ്ങൾ ഉന്നയിക്കുകയാണ്. സ്ത്രീ സുരക്ഷിതത്വം ഉന്നയിക്കുകയാണ്. ഭൂമിയില്ലാത്തവൻ്റെ ഭൂമിയുടെ പ്രശ്നം ഉന്നയിക്കുകയാണ്. ഇങ്ങനെ രാജ്യത്തിൻ്റെ പൊതുപ്രശ്നങ്ങൾ ഉന്നയിച്ച് രാജ്യവ്യാപകമായി ഈ പ്രസ്ഥാനം നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇന്നിവിടെ പ്രയാണം ആരംഭിക്കുന്ന ഈ രാഷ്ട്രീയ ജാഥ, ഈ രാഷ്ട്രീയ സന്ദേശ ജാഥ, ഈ വീണ്ടെടുപ്പിൻ്റെ ജാഥ, അതല്ല നിങ്ങളുടെ കരുതലിലുണ്ടാകണം, പരിഗണനയിലുണ്ടാകണം. സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം പരസ്പരം പറഞ്ഞ് മാനവികത ഉത്തേജിപ്പിച്ചുകൊണ്ട് ഒരുമയോടെ അഖണ്ഡതയുടെ ഐക്യത്തിൻ്റെ ഫെഡറലിസം തകരാത്ത വിവേചനമില്ലാത്ത നന്മയുടെ ഒരു ഇന്ത്യ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അത് കലാപരഹിതമായ ഇന്ത്യയാകണം. അതിനുവേണ്ടി നമുക്ക് ഒരുമയോടെ മുന്നോട്ട് പോകാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ദൗത്യത്തിൽ, ഈ പ്രയാണത്തിൽ എല്ലാ നിലയിലും നിങ്ങളുടെ എല്ലാ മനുഷ്യ സ്നേഹികളുടെയും മതേതര വിശ്വാസികളുടെയും ഭരണഘടനയെല്ലാം വിശ്വസിക്കുന്ന മുഴുവൻ ജനാധിപത്യവാദികളുടെയും പിന്തുണയുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.